പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഗുരുസ്മരണ ശ്രീമതി ജയകുമാർ മുക്തിയാട്ട്. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം. എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻ പുകൾ പോൽ ശ്രീ ഗുരുമൂർത്തേ. ഈ യോഗത്തിൻ്റെ സ്വാഗതം ബഹുമാനപ്പെട്ട ശാഖാ സെക്രട്ടറി ശ്രീ സൈൻജോറ്റി കാഞ്ഞിരപ്പള്ളി. എല്ലാവർക്കും നമസ്കാരം. ഏറെ ബഹുമാനായ അധ്യക്ഷൻ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അനീച്ചൻ അറുപതിൽ ഇന്നത്തെ യോഗം ഔപചാരികം ഉദ്ഘാടനം ചെയ്യുന്ന SNDP യോഗം കോട്ടയം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ അവர்களെ, 10ാമത് ഉത്സവ സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാനായ ശ്രീ നാട്ടാം സുരേഷ് അവர்களെ, ഇന്ന് മറിയപ്പള്ളി ശാഖായോഗത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉള്ള വാർഡുകളിൽ കൗൺസിലറുമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഓമൻകുട്ടൻ അവர்களെ, ശ്രീ അനിൽ പാലാപ്പറമ്പിൽ, ശ്രീ രാഗിണി സാബു, ശ്രീമതി അലീഷ എം ജേക്കബ്, ശ്രീ ബിജു എസ് കുമാർ, ശ്രീ കെ ശങ്കരൻ, ശ്രീ സനിൽ തമ്പി, അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവ്, കൃതിപഠന കേന്ദ്രത്തിൻ്റെ കൺവീനർ ശ്രീ രഞ്ജിത്ത് KR, രഘുവാര പാഠശാലയുടെ PTA പ്രസിഡന്റ് ശ്രീ PR രാജീവ് അവർ, പദയാത്രാ സമിതിയുടെ ചെയർമാൻ ശ്രീ AK ബാബു അവർ, സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറത്തിൻ്റെ പ്രസിഡന്റ് സോമൻ അമ്പാടി, നമ്മുടെ യൂത്ത് ഭവൻ്റെ പ്രസിഡന്റ് ശ്രീ വിഷ്ണു സുഭാഷ്, വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറി രജനി അജികുമാർ, അതോടൊപ്പം തന്നെ ശിവഗിരിയിൽ വെച്ച് നടന്ന പ്രസംഗ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ച ശ്രീ ജമിനി തങ്കപ്പൻ, ശ്രീ ഉത്തരജ ജമിനി, പ്രിയമുള്ള ശാഖായോഗങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഗുരുദേവ വിശ്വാസികളായി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ഗുരുജനങ്ങളെ, നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിൽ 10ാമത് തിരുവുത്സവത്തിന് ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗുരുദേവ ക്ഷേത്രം കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് ഗുരുമന്ദിരമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊടിമരം സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ഗുരുദേവ മന്ദിരം അത് ഗുരുദേവ ക്ഷേത്രമാക്കി മാറ്റി. ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള ഏതൊരു ക്ഷേത്രത്തിലുള്ള പൂജകളും ചടങ്ങുകളും ഒക്കെ വളരെ ഭംഗിയായും ചിട്ടയോടും കൂടി നമുക്ക് ഏവർക്കും വളരെ നല്ല രീതിയിൽ പൂജിക്കുവാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരം നമ്മുടെ ശാഖായോഗം ഈ ഗുരുദേവ ക്ഷേത്രത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമമായ ദൈവം മഹാഗുരു തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയായി തീർന്നിട്ടുണ്ടോ, നാം ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മഹാഗുരുവിൻ്റെ ആത്മതപസ് ബലി ചെയ്ത് അതോടൊപ്പം SNDP എന്ന മഹാപ്രസ്ഥാനം നമുക്ക് ഒരുക്കി തന്ന വഴിയിലൂടെ നാം സഞ്ചരിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ നേട്ടങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഈ ക്ഷേത്രം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. നമുക്കറിയാം, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ക്ഷേത്രത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ ശാഖായോഗത്തിൻ്റെ മുദ്രാവാക്യം തന്നെ വികസനവും കരുതലും എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ശാഖായോഗത്തിൻ്റെ വികസനം, സമ്പൂർണ്ണമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ശാഖായോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖായോഗത്തിൻ്റെ വികസനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് അംഗക്ഷേമകരമായ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കറിയാം, നമ്മുടെ ശാഖായോഗത്തിലുള്ള നമ്മളുടെ ഒരു ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം, നമ്മുടെ ഈ മറിയപ്പള്ളി ശാഖായോഗത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുവാൻ പാടില്ല, ഒരാൾ പോലും മരുന്നില്ലാതെ ബുദ്ധിമുട്ടാൻ പാടില്ല, ഒരാൾ പോലും നല്ല വസ്ത്രം ധരിക്കാൻ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ശാഖായോഗത്തിൻ്റെ പ്രവർത്തനം ആ രീതിയിൽ തന്നെ കഴിഞ്ഞ 3 വർഷക്കാലമായി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വിജയമാണ്, അത് നമ്മളുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ശാഖായോഗത്തിൽ
നമ്മൾ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നമ്മൾ ആരംഭിക്കണം. നമ്മുടെ ശാഖയിൽ 15ഓളം പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുള്ള രോഗികൾ, കിടപ്പ് രോഗികൾ നമ്മുടെ ശാഖയത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പുതിയതായി ഒരു ആംബുലൻസ് വാങ്ങാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബുക്ക് ചെയ്ത് ചെറിയ അതിന്റെ CCയുടെ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് കിട്ടുവാൻ താമസം. പക്ഷെ ആ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജാതിപത ഭേദമന്യേ ഈ മറിയപ്പള്ളി ശാഖായോഗത്തിന്റെ എഴുതിയിലുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മുടെ ശാഖായോഗം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം നമുക്ക് നമ്മുടെ സംഘടനാപരമായി നമ്മൾ ഒരുപാട് ഇനിയും കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഈ സമയം നമുക്ക് സംഘടനാപരമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ട ഒരു സമയത്തു കൂടിയാണ് നാം കടന്നു പോകുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ള ആ ഒരു അനുഭവങ്ങളല്ല നമുക്ക് SNDPക്ക് അല്ലെ SNDP നേതൃത്വത്തിനെതിരെയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ ഇവിടെ പലരും ശ്രമിക്കുമ്പോൾ അതിനൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു പരിധിവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഈ പീത പതാകയുടെ പിന്നിൽ ഒന്നിച്ചണിനീറുന്നില്ലെങ്കിൽ നാളുകളിൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള പരാമർശങ്ങൾ. ശരിക്കും പറഞ്ഞാൽ SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി എന്ത് പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ ശരിയായുള്ള അർത്ഥം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്ന ഒരു വേദനാജനകമായ കാര്യം. കാരണം നമുക്കറിയാം, ഒരു മലപ്പുറത്ത് ഒരു നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ സംസ്ഥാനമാണ് മലപ്പുറം. അവിടെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചത് എന്താ നമ്മൾ കേട്ടിട്ടുണ്ട്? മതമാണ് പ്രശ്നം. പക്ഷെ ആ ഒരു ചിന്ത, ആ ഒരു പ്രസംഗത്തിനെതിരെ ഇവിടെ പ്രവർത്തിക്കുവാനോ അതിനെ പ്രതികരിക്കുവാനോ ഇവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ വേദനാജനകമായ കാര്യമാണ്. SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി മാത്രം പറയുന്ന കാര്യങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് SNDP യോഗത്തിന്റെയും ജനറൽ സെക്രട്ടറിയും ആക്ഷേപിക്കാനുള്ള ഒരു അവസരം പോലും ഇനി നമ്മൾ ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. കാരണം SNDP എന്ന മഹാപ്രസ്ഥാനത്തെ നമുക്ക് ആരാധ്യനായ SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി നമ്മുടെ സാരഥ്യം ഏറ്റെടുത്ത പിന്നെ നമുക്കുണ്ടായ വളർച്ച, നമ്മുടെ സംഘടനാപരമായിട്ട് വളർച്ച, ഇതൊന്നും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് കെട്ടുറപ്പുള്ള ഒരു സമുദായമായി സംഘടനയായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണ്. നമുക്കറിയാം, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവിടെയൊക്കെ നമ്മൾ ഒരുപാട് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കെട്ടുറപ്പില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്നത് തീർച്ചയായും നമ്മൾ ഈ മഞ്ഞ കൊടിയുടെ പിന്നിൽ ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പീത പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളുകളിൽ നാം വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു ഓർമ്മ എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ടാവണം. തീർച്ചയായും ഇന്ന് എന്തായാലും ഞാൻ അധികം തീർപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖായോഗത്തില് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം, അതോടൊപ്പം നമ്മുടെ കുടുംബയോഗത്തിന്റെ ഓരോ കൺവീനർമാരും അതോടൊപ്പം നമ്മുടെ ശാഖയുടെ പ്രോത്സാഹനങ്ങളുടെ ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമുക്ക് ഇത്രമാത്രം നല്ല രീതിയിൽ ഈ ശാഖയുടെ പ്രവർത്തനം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അതിന് എല്ലാ പ്രവർത്തകരെയും അതോടൊപ്പം ശാഖായോഗത്തെ സ്നേഹിക്കുന്ന മുഴുവൻ അംഗങ്ങളും ശാഖായോഗത്തിനുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, നമ്മുടെ ഗുരുദേവ ക്ഷേത്രം ഇന്ന് ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണ് ഞാൻ സൂചിപ്പിക്കേണ്ടത്. കാരണം നമ്മുടെ ക്ഷേത്രം ഇപ്പോൾ ഒരു ഗുരുദേവ ക്ഷേത്രമാണെങ്കിൽ വരും കാലങ്ങളിൽ അത് ഒരു ഗുരുദേവ മഹാക്ഷേത്രമായി മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ ശാഖായോഗം മുന്നോട്ട് പോകുന്നത്. അതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ നമുക്കറിയാം, നമ്മൾ വസ്തു സമ്പാദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വസ്തുവിൽ വീണ്ടും നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയം 6 മാസക്കാലം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കുറച്ച് കാലതാമസം അതിന്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ കൃത്യമായി ലഭിക്കാത്തതിനാലാണ് ഇച്ചിരി പണിക്ക് താമസം നേരിട്ടത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓഫീസുകളിൽ തിരക്കായതിനാൽ അതിന്റെ പേപ്പർ കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താമസിച്ചത്. എന്തായാലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ശാഖായോഗത്തിൽ നിങ്ങളൊക്കെ വരുമ്പോൾ ഒരു കൂവളം അവിടെ നിൽപ്പുണ്ട്. ആ കൂവളത്തിന് ചുവട്ടിൽ ഒരു വിളക്ക് കത്തിച്ചതായി പലരും ഒരു സംശയവും കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടായി. പക്ഷെ നമ്മൾ അങ്ങനെ നമ്മുടെ ഗുരുദേവ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി നമ്മൾ അതിന്റെ പ്രാരംഭ ചടങ്ങുകളൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ ഗുരുദേവ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയത് ഒരു സൂര്യനാരായണ ദീക്ഷിതർ എന്നൊരു സന്യാസിവരാണ്. ഗുരുദേവന്റെ ശിഷ്യനായ സന്യാസിവരാണ്. ആ സന്യാസ വര്യന് ഒരു വിളക്ക് എവിടെയെങ്കിലും നമ്മൾ ഒരു അദ്ദേഹത്തിന് അല്ലെ സന്യാസി വര്യന്റെ ഓർമ്മകൾക്ക് ഒരു വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ആ ഒരു വിളക്ക് അവിടെ കൊളുത്തുന്നത്. ഇപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗുരുദേവ ക്ഷേത്രത്തിന്റെ വളർച്ചയാണ് നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടനാ വളർച്ചയാണ്. എന്തായാലും ഇത്ര അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ശാഖായോഗത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ അനീച്ചൻ, അദ്ദേഹത്തെ വളരെ ആദരവും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇന്നത്തെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ SNDP യൂണിയൻ കോട്ടയം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും ചങ്ങനാശ്ശേരി യൂണിയൻ സെക്രട്ടറിയും ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ജനറൽ കൺവീനറുമായ ശ്രീ സുരേഷ് പരമേശ്വരൻ അവരാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഒരുപക്ഷെ SNDP പ്രവർത്തനങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശാഖായോഗവുമായി വളരെ നല്ലൊരു ബന്ധം സുരേഷ് സാറും ഇവിടെ പുലർത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഓരോ കുടുംബയോഗങ്ങളിലും അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കാൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായും നമുക്ക് എവിടെയെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പോരായ്മയൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും കരുത്തുമാണ് സുരേഷ് സാർ. നമ്മുടെ യൂണിയന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ യൂണിയൻ വളരെ ഒരു കടക്കണിയിൽ നിന്ന അവസരത്തിലാണ് ആരാധനായ ജനറൽ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ അവരുടെ കോട്ടയം യൂണിയന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞത്. എന്നാൽ ഒരു വർഷക്കാലം കൊണ്ട് കോട്ടയം യൂണിയന്റെ മുഴുവൻ കടങ്ങളും വീട്ടിക്കൊണ്ട് ശരിക്കും കഴിഞ്ഞ കാല നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇന്ന് കോട്ടയം യൂണിയൻ കേരളത്തിലെ ഒന്നാമത് യൂണിയനായി മാറുവാനുള്ള പരിശ്രമത്തിലും ഒരു പരിധിവരെ ആ പരിശ്രമങ്ങൾ വിജയിച്ചു എന്നതിന് അത്രമാത്രം നല്ല നിലയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ 103 ശാഖായോഗങ്ങളെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സുരേഷ് സാറിന്റെ ഈ ഒരു വർഷത്തെ കാല പ്രവർത്തനം കൊണ്ട് നമ്മുടെ ശാഖായോഗത്തിനൊക്കെ പുത്തൻ ഉണർവ് ഉണ്ടാകുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ സുരേഷ് പരമേശ്വരൻ അവരുടെ ഈ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനായ ശ്രീ നാട്ടോ സുരേഷ് അവരാണ് ഇന്നത്തെ ഉത്സവ സന്ദേശം നൽകുന്നത്. നമുക്കറിയാം, സുരേഷ് ചേട്ടനെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ശാഖയുടെ മുൻ വൈസ് പ്രസിഡന്റും ശാഖയുടെ സജീവ സാന്നിധ്യവും പ്രവർത്തനവും ഒക്കെ ആയിരുന്ന ശ്രീ സദാശിവൻ കലാഭവൻ, നമുക്ക് കുഞ്ഞുമാൻ അച്ഛന്റെ മകനാണ്. നമ്മുടെ ശാഖയുമായി വളരെ അടുത്ത ബന്ധവും ശാഖയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ശാഖയുടെ വികസനങ്ങളെയൊക്കെ നമ്മൾ വളരെയധികം സഹകരിക്കുകയും അതോടൊപ്പം നമ്മുടെ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളോട് വിളിച്ചു ചോദിക്കാറുണ്ട്, സംഘടനാ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് ശാഖയുടെ കാര്യങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും കൃത്യമായി നമ്മളോട് വിളിച്ചു ചോദിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കൊരു അഭിമാനമാണ് നാട്ടോ സുരേഷ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശാഖായോഗത്തിൽ ഒരാൾ കോട്ടയത്ത് DCC പ്രസിഡന്റായി എത്തുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന സമയം ഇത്ര വലിയൊരു പോസ്റ്റിൽ ഒരു മറിയപ്പള്ളി ശാഖാംഗം എത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏവർക്കും അഭിമാനമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇനിയും MLA-യും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായി ഈ വേദിയിൽ അദ്ദേഹത്തിന് വരുവാനുള്ള ഭാഗ്യം ഗുരുദേവൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് ശ്രീ നാട്ടോ സുരേഷ് അവരെ വളരെ ആദരവും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തന മേഖലയിൽ 7ഓളം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വാർഡുകളുണ്ട്. ഈ വാർഡുകളിൽ നിന്ന് മത്സരിച്ച് ജയിച്ച കൗൺസിലറുമായ ശ്രീ ഓമനക്കുട്ടൻ 22ാം വാർഡിന്റെ കൗൺസിലറാണ്. അദ്ദേഹം ഇതിനിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം നേരത്തെ ഏറ്റവും ഒരു പരിപാടിയുടെ ഭാഗമായി കേരളത്തിന് പുറത്താണ്. ഇന്നും അദ്ദേഹം നമ്മളോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വരാൻ സാധിക്കില്ല, അത് വളരെ സങ്കടമുണ്ട്. പക്ഷേ അദ്ദേഹം നേരത്തെ ഏറ്റെടുത്ത ഒരു ചുമതല നിർവഹിക്കാതിരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ എത്തില്ല. ഇതിന് ശേഷം നടക്കുന്ന ഏത് പരിപാടിയിലും ഞാൻ വന്നോളാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ശ്രീ ഓമനക്കുട്ടന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ വളരെ ആദരവും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 25ാം വാർഡിന്റെ കൗൺസിലറെ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അനിൽ പാലാപ്പറമ്പനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ യൂത്ത് മോണിലൂടെ വളർന്നു വന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ SNDP-യുടെ ഒരുപക്ഷെ ഞങ്ങളൊക്കെ യൂത്ത് മോണിൽ ഒരേ സമയത്ത് കടന്നു വന്ന അംഗങ്ങളാണ്. തീർച്ചയായും നമ്മുടെ ശാഖയുടെ ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും നമ്മുടെ ശാഖായോഗത്തിന്റെ ചെറിയ വലുതുമായ ഏത് പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കുവാൻ കഴിവുള്ള ഒരാളാണ് അനിൽ പാലാപ്പറമ്പൻ. തീർച്ചയായും അനിൽ പാലാപ്പറമ്പൻ 25ാം വാർഡിന്റെ കൗൺസിലറായി കടന്നു വരുമ്പോൾ ശരിക്കും ആ വാർഡിന്റെ ഭാഗ്യമാണ്. കാരണം എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാവർക്കും ഒരുപോലെ നീതി നടപ്പാക്കുവാൻ അനിലിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നമ്മുടെ ഒരു സഹോദരനായ ശ്രീ അനിൽ പാലാപ്പറമ്പനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 26ാം വാർഡിന്റെ കൗൺസിലർ ശ്രീമതി രാഗിണി സാബു അവരാണ്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത ശാഖായോഗം പൂന്തുരുത്ത് ശാഖായോഗത്തിലെ അംഗവും നല്ല ഒരു പ്രഭാഷകനും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി താമസിച്ചു പോകുന്ന ഒരു മകളാണ് രാഗിണി സാബു. കാരണം പൂന്തുരുത്ത് ശാഖ എന്ന് പറയുന്നത് നമ്മുടെ ശാഖയുടെ ഭാഗം തന്നെയായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് പൂന്തുരുത്ത് പുതിയ ശാഖായോഗമായി മാറി പ്രവർത്തനം ആരംഭിച്ചത്. ആ ശാഖായോഗത്തിലും അതോടൊപ്പം ഇതര ശാഖായോഗങ്ങളിലൊക്കെ ഗുരുദേവ ചിന്തകളും ദർശനങ്ങളും ആവോളം എത്തിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു നിസ്വാർത്ഥ സേവകയാണ് രാഗിണി സാബു മാഡം. തീർച്ചയായും ഈ ശ്രീമതി രാഗിണി സാബുവിനെ ശാഖായോഗത്തിലെ ഓരോരുത്തർക്കും വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. 34ാം വാർഡിന്റെ കൗൺസിലർ ശ്രീമതി അലീഷ M. ജേക്കബ്. അലീഷ നമുക്ക് അധികം പരിചയമില്ല, കാരണം അലീഷ അങ്ങനെ സംഘടന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമുക്കറിയാം, നമ്മൾ ഒരു കുടുംബയോഗത്തിൽ ചെല്ലുമ്പോഴാണ് അലീഷ ആദ്യമായി പരിചയപ്പെടുന്നത്.
ശരിക്കും അലീഷ അന്ന് ഒരു കുടുംബയോഗത്തിൽ അലീഷ കയറി വന്നിട്ട് അലീഷയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം നിഷ്കളങ്കമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനസ്സോടുകൂടി വളരെ ഒരു സ്വാത്വികയായ അല്ലെങ്കിൽ നിഷ്കളങ്ക സ്വഭാവത്തിനുടമ അലീഷ. കാരണം ഈ അലീഷ കൗൺസിലർ ആയോട് ഞങ്ങളൊക്കെ എന്താ പറഞ്ഞത്, ഈ അലീഷയെ പോലുള്ള ആളുകൾ കൗൺസിലറായി വന്നാൽ വളരെ നല്ലതായിരിക്കും നമ്മളൊക്കെ ആഗ്രഹിച്ചാണ്. തീർച്ചയായും അലീഷ 34ാം വാർഡിന്റെ കൗൺസിലറായി വന്നത് ആ നാടിന്റെ സമഗ്രമായ വികസനത്തിന് കാരണമാകുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ഈ ശ്രീ അലീഷയ്ക്ക് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലീഷ എം ജേക്കബിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 35ാം വാർഡ് കൗൺസിലർ ശ്രീ ശങ്കരൻ അവർ അദ്ദേഹത്തെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങൾ. കാരണം ശങ്കരൻ മടയപ്പള്ളി SNDPയുടെ ഭാഗം തന്നെയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ഒരു 10 മണിയോടുകൂടി ശങ്കരൻ നമ്മുടെ ശാഖായത്തിലെത്തും. ഒരു 11 മണി വരെ ശാഖായത്തിലിരുന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മളൊരു ആവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് അക്ഷരം പ്രതി എല്ലാ കാര്യങ്ങളും ഇതുവരെ കൃത്യമായി നമുക്ക് ചെയ്തു തരിക മാത്രമല്ല, നമ്മുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ശങ്കരന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ സാധിച്ചെടുക്കാൻ സാധിച്ചു. നമ്മുടെ ശാഖായോഗത്തിൽ 2 ദിവസം എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ബുധനാഴ്ചയും സൗജന്യ മെഡിക്കൽ പരിശോധന നടക്കുന്നുണ്ട്. അത് ശങ്കരന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ആ മെഡിക്കൽ ക്യാമ്പുകൾ നമുക്കിവിടെ നടത്തുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ശങ്കരൻ ഗുരുദേവനെ കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പരമമായ ഒരു ഗുരുദേവ ഭക്തനും അതിലുപരി നല്ല ഒരു സംഘാടകനും സംഘടനാ പ്രവർത്തകനും. ശങ്കരൻ ഒരു വാർഡിന്റെ കൗൺസിലർ വരാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പോലും കണ്ടാൽ, കാരണം ഏതൊരു വാർഡിൽ ആണോ മത്സരിച്ച് ജയിക്കുന്ന ആ വാർഡിലെ സമഗ്ര വികസനം ശങ്കരൻ സാധ്യമാക്കിയിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ജാതി മത ഭേദമന്യേ എല്ലാവരെയും പ്രവർത്തനം കൊണ്ട് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ശങ്കരന് സാധിച്ചിട്ടുണ്ട്. ശങ്കരന് രാഷ്ട്രീയമായി ഒരുപാട് വളരുവാൻ മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശങ്കരനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതോടൊപ്പം നമ്മുടെ 36ാം വാർഡിന്റെ കൗൺസിലർ ശ്രീ സനിൽ തമ്പി, നമുക്ക് സനിലിനെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെയൊക്കെ ഒരു ആത്മ സഹോദരനാണ് സനിൽ. കാരണം നമ്മുടെ ഏത് കാര്യത്തിലും നമ്മുടെ ശാഖയോടൊപ്പം ചേർന്നതുകൊണ്ട് അത് എത്ര ദുഃഖം പിടിച്ച കാര്യമാണെങ്കിലും എന്നും ഒരു വെളിപ്പാട് അടുത്തുണ്ട്. സനിലിനൊരു ഫോൺ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ താങ്ങും തള്ളമായി എന്നും സനിലിന്റെ പ്രവർത്തനങ്ങൾ ശാഖായോഗത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കറിയാം സനിലിന് 36ാം വാർഡിലെ കൗൺസിലർ വന്നുകൂടെ നമുക്ക് വളരെ നല്ല ഒരു പ്രവർത്തനം സനിലിലൂടെ ആ വാർഡിലുണ്ടാവും. തീർച്ചയായും വാർഡിന്റെ സമഗ്ര വികസനം സനിലിലൂടെ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ശങ്കർ കുടുംബയോഗത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സനിൽ തമ്പി നല്ല ഒരു കൗൺസിലർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ഏത് വാർഡിൽ നിന്ന് മത്സരിച്ചാലും ആ വാർഡുകളിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നല്ല പേരെടുത്ത ഒരു കൗൺസിലറാണ്. സനിലിനും ഒരുപാട് രാഷ്ട്രീയ വളർച്ച ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശാഖായോഗത്തിലെ ശ്രീമതി കുമാരി ഉത്രജ ജമിനിയും ശ്രീ ജമിനി തങ്കമ്മ അവർ നമ്മുടെ ശിവഗിരി മഠത്തിൽ വെച്ച് നടത്തിയ ശിവഗിരി 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശിവഗിരി മഠത്തിൽ വെച്ച് നടത്തിയ സാഹിത്യ മത്സരത്തിൽ കോളേജ് വിഭാഗത്തിൽ 1ാം സമ്മാനം ലഭിച്ച കുമാരി ഉത്രജ ജമിനി. നമുക്കറിയാം ഉത്രജയെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം നമ്മുടെ ബാലജനയോഗത്തിലൂടെയാണ് ഉത്രജ ഇവിടെ വളർന്നു വന്നത്. അതിനുശേഷം ഉത്രജ കേരളത്തിൽ എവിടെയൊക്കെ ശ്രീനാരായണ പ്രസംഗ മത്സരങ്ങളോ പ്രഭാഷണങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സമ്മാനം വാങ്ങിക്കൊണ്ട് നമ്മളുടെ ശാഖായോഗത്തിന്റെ യശസ് അല്ലെങ്കിൽ നമ്മുടെ ശാഖായോഗത്തിന്റെ പേരുകൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വ്യാപൃതമാക്കുന്നതിൽ ഉത്രജ ജമിനി വളരെ അധികം പങ്കുവഹിച്ചിട്ടുണ്ട്. മോൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്രജ ജമിനിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടെ തന്നെ പൊതുവിഭാഗത്തിൽ നിന്ന് മത്സരിച്ച ഉത്രജയുടെ പിതാവാണ് ജമിനി തങ്കപ്പൻ, നമ്മുടെ ശാഖാംഗമാണ്. ജമിനി തങ്കപ്പനും ഈ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. ശ്രീ ജമിനി തങ്കപ്പനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മുടെ യോഗത്തിൽ ആശംസകളായി അർപ്പിക്കാനിരിക്കുന്ന യൂത്ത് മോന്റെ പ്രസിഡന്റ് ശ്രീ വിഷ്ണു സുഭാഷ് അവർ. വിഷ്ണുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ശാഖയിൽ അതോടൊപ്പം തന്നെ 27ാം വാർഡിന്റെ കൗൺസിലർ ശ്രീ ബിജു എസ് കുമാർ അവர்களാണ്. അദ്ദേഹമാണ് വേദിയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ നല്ല ഒരു സംഘടനാ പ്രവർത്തനവും അതോടൊപ്പം തന്നെ നല്ല ചിന്താഗതിയും അതോടൊപ്പം നല്ല ഒരു പ്രാസംഗികനും ഒക്കെയാണ് ശ്രീ ബിജു എസ് കുമാർ അവർ. അദ്ദേഹം 27ാം വാർഡിൽ നിന്ന് കൗൺസിലറെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരവും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു.
നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു സുഭാഷ് അവരുടെ വിഷ്ണുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ. കാരണം നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി നമ്മളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ ശാഖായോഗത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടന SNDP യോഗത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. നമ്മുടെ ശാഖയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ വിഷ്ണു സുഭാഷിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ ശാഖായോഗത്തിന്റെ കരുത്തും നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന നമ്മുടെ വനിതാ സംഘം പ്രിയാദേവി അശ്വതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വനിതാ സംഘം കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ ശാഖായോഗത്തോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ശാഖായോഗത്തിൽ ഉന്നമനമായ പ്രവർത്തനങ്ങൾക്കൊക്കെ കൈമൈമാർന്ന് പ്രവർത്തിച്ച വനിതാ സംഘം. ആ വനിതാ സംഘത്തിന്റെ സെക്രട്ടറി രജനി അജികുമാറാണ് ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത്. നമുക്കറിയാം, രജനി ഈ കഴിഞ്ഞ 6 മാസക്കാലമായിട്ടുള്ള നമ്മുടെ വനിതാ സംഘത്തിന്റെ സെക്രട്ടറിയായി ചുമതലയേറ്റിട്ട് എന്തായാലും രജനിയുടെ പ്രവർത്തനങ്ങളും ശാഖായോഗത്തിന് മുതൽക്കൂട്ടാവുന്ന തരത്തിൽ ആ വനിതാ സംഘത്തിലെ പ്രവർത്തനമായി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീമതി രജനി അജികുമാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ പ്രസിഡന്റ് ശ്രീ സോമൻ അമ്പാടി അവർ നമുക്കറിയാം, നമ്മുടെ ശാഖായോഗത്തിൽ 60 വയസ്സിന് മേൽ പ്രായമുള്ള അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ക്ഷേമവും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് താമസം വിനാ ചെയ്യുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനുമായി നമ്മൾ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സോമൻ അമ്പാടി അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ ശാഖായോഗത്തിൽ കൃതി പഠന കേന്ദ്രം നടക്കുന്നുണ്ട്. നമ്മുടെ അംഗങ്ങളെ ഗുരുദേവ കൃതികളും ഗുരുദേവ ദർശനവും പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ കൃതി പഠന കേന്ദ്രം നയിക്കുന്നത് നമ്മുടെ ശാഖയുടെ കമ്മിറ്റി അംഗമായ ശ്രീ രഞ്ജിത്ത് അവരാണ്. അതിന്റെ ചുമതല ശ്രീ രഞ്ജിത്തിനാണ്. ശ്രീ രഞ്ജിത്തിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമുക്ക് അറിയാം, നമ്മുടെ ശാഖായോഗത്തിൽ നമ്മുടെ കുട്ടികളെ ഗുരുദേവ ദർശനങ്ങൾ പഠിക്കുവാനും അത് അവർക്ക് വേണ്ട രീതിയിൽ ഗുരുദേവ കൃതികളുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അവരെ നല്ല നിലയിൽ വളർത്തുന്നതിന് വേണ്ടി ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ബാലജനയോഗം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് വർഷങ്ങളായി നമ്മൾ ഈ ശാഖയിലുള്ള ഒരു ബാലജനയോഗം ഉണ്ടായി. അതിൻ്റെ ഒരു PTA നമ്മൾ യോഗം രൂപീകരിക്കേണ്ടായി. ആ PTA പ്രസിഡന്റ് ശ്രീ VR രാജീവ് വീരാഴ്ചയിലെ അവരാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ശാഖായോഗത്തിൽ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ VR രാജീവ് അവരുടെ വളരെ ആദരവും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ശാഖയിൽ പദയാത്രാ സമിതി കഴിഞ്ഞ 2ാമത് പദയാത്ര വളരെ നല്ല രീതിയിൽ നമ്മൾ നടപ്പാക്കി. കഴിഞ്ഞ വർഷമാണ് നമ്മൾ പദയാത്ര ആരംഭിച്ചത്. 1ാമത് പദയാത്ര നമ്മൾ വളരെ നല്ല രീതിയിൽ നടപ്പാക്കി. ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഗുരുദേവ അനുഗ്രഹം കൊണ്ട് 2ാമത് പദയാത്രയെ നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്തുവാൻ സാധിച്ചു. ഏറ്റവും നല്ല പദയാത്ര എന്നുള്ള ശിവഗിരി മഠത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കണം. കാരണം ഈ വർഷത്തെ പദയാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മുടെ ഈ പദയാത്ര ശിവഗിരി മഠത്തിൽ 31-ാം തീയതി നടക്കുന്ന ഗുരുദേവൻ സഞ്ചരിച്ച റിക്ഷയും വഹിച്ചുകൊണ്ടുള്ള 31-ാം തീയതി രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന പദയാത്രയിൽ 1ാമത് പദയാത്രയായി പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് നമ്മുടെ ശാഖായോഗത്തിനാണ്. അത് നമ്മുടെ ശാഖായോഗത്തിന്റെ പദയാത്രാ സമിതിക്കുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പദയാത്രാ സമിതിയുടെ കൂട്ടായ പ്രവർത്തനവും ഒരുമയും അച്ചടക്കവും നമ്മുടെ പദയാത്രയിൽ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകുവാനും ആ പദയാത്ര തുടങ്ങിയത് മുതൽ നമ്മുടെ ശാഖായോഗത്തിന്റെ വളർച്ച നമുക്ക് നോക്കിക്കാണുമ്പോൾ അറിയാം, ഒരുപാട് വളർച്ച അതുപോലെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ആ പദയാത്രാ സമിതിയെ നയിക്കുന്ന ശ്രീ AK ബാബു അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇന്ന് ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്നത് നമ്മുടെ ശാഖായോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവ് അവர்களാണ്. നമ്മുടെ ശാഖായോഗത്തിൽ കഴിഞ്ഞ 6 വർഷക്കാലമായി ശാഖയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുകയും നമ്മുടെ വസ്തു സമ്പാദനമാണെങ്കിലും മറ്റേത് ഒരു പ്രവർത്തനമാണെങ്കിലും അതിലൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ശ്രീ പ്രമോദ് പ്രണവത്തെ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ശാഖയിലെ ഗുരുദേവ ക്ഷേത്രത്തിലെ തന്ത്രി വിഷ്ണുനാരായണ ശാന്തികൾ, നമ്മുടെ മേൽശാന്തി വിനീത് ശാന്തികൾ, അതോടൊപ്പം തന്നെ സഹശാന്തികൾ, അതോടൊപ്പം നമ്മുടെ ഗുരുദേവ ക്ഷേത്ര ജീവനക്കാരായ ചന്ദ്രാമ്മ, സന്ധ്യ, വിജയമ്മ, നമ്മുടെ ഓഫീസുകാർക്ക് ബീന തുടങ്ങി എല്ലാവർക്കും വിജയമ്മ തുടങ്ങി എല്ലാവർക്കും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ശാഖായോഗത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശാഖാംഗങ്ങളാണ്. നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ശാഖായോഗത്തിൽ ഇത്രമാത്രം വികസന പ്രവർത്തനം നടത്തുവാനും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ ഇത്രമാത്രം ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബയോഗങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവും നമ്മുടെ
എല്ലാം മഹാഗുരുവിൽ അചഞ്ചലമായ വിശ്വാസവും ഈ സംഘടനയോടുള്ള സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ശാഖായോഗത്തിന്റെ വിജയത്തിന് അത്രയും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളുമാണ്. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും മഹാഗുരുവിന്റെ നാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ഗുരുദേവൻ വിജയിക്കട്ടെ. നന്ദി. ബഹുമാനപ്പെട്ട സെക്രട്ടറി സി. ഗുരുദേവ ശരണന്തൻ. നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയം യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നയിക്കുന്ന നമ്മുടെ സുരേഷ് പരമേശ്വരൻ സാറിന് ഉടനെ തന്നെ വേറെ ഇതുപോലൊരു ഉദ്ഘാടനം കൊണ്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. സാറിനെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കുക. യോഗം 26 നമ്പർ മറിയപ്പള്ളി ശാഖാ ഗുരുക്ഷേത്രത്തിലെ 10ാമത് മകരച്ചതയ മഹോത്സവത്തിന് കൊടിയേറി സമാരംഭം കുറിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ സുദിനത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഏറെ ബഹുമാനായ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ കെ അനിയച്ചൻ അവർകൾ, ഏറെ ബഹുമാനായ നമ്മുടെ ശാഖയുടെ സെക്രട്ടറി ഊർജ്ജസ്വലനായ ശ്രീ സൈൻ ജോറ്റി കാഞ്ഞിരപ്പള്ളി അവർകൾ, നമുക്കിന്നിവിടെ ഉത്സവ സന്ദേശം നൽകുന്ന ഏറെ ബഹുമാനായ കോട്ടയം DCC പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ് അവർകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ അക്ഷര നഗരിയായ നഗരസഭയെ നയിക്കുന്ന കൗൺസിൽ അംഗങ്ങൾ, ജനപ്രതിനിധികളായ ശ്രീ ഓമനക്കുട്ടൻ അവർകൾ, ശ്രീ അനിൽ പാലപ്പറമ്പൽ അവർകൾ, ശ്രീമതി രാഗിണി സാബു അവർകൾ, ശ്രീ ബിജു എസ് കുമാർ, ശ്രീമതി അലീഷ എം ജേക്കബ്, ശ്രീ കെ ശങ്കരൻ അവർകൾ, ശ്രീ സനൽ തമ്പി അവർകൾ തുടങ്ങി ഈ വേദിയെ ധന്യമാക്കുന്ന ശാഖയുടെ പ്രിയങ്കരായ വനിതാ സംഘത്തിൻ്റെ, അതുപോലെ തന്നെ യൂത്ത് മൂവ്മെന്റിന്റെയും മറ്റ് പോഷക സംഘടനയും ഒക്കെ പ്രിയങ്കരായ പ്രവർത്തകര്, പ്രിയങ്കരായ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണമും ഉൾപ്പെടെ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ജെമിനി തങ്കപ്പൻ, ഉത്രമ ജെമിനി ഉൾപ്പെടെ ശാഖയുടെ പ്രിയങ്കരായ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയങ്കരായ വനിതാ സംഘത്തിന്റെയും മറ്റ് പോഷക സംഘടനയും പ്രവർത്തകര്, പ്രിയങ്കരായ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, ഉത്സവം മകരം തുടങ്ങി, ഉത്സവമെല്ലാം ഉത്തരായനം തുടങ്ങി, ഉത്സവാഘോഷങ്ങളും തുടങ്ങി. എനിക്കിനി ആനിക്കാട് 8 മണിയാണ് അവിടെ പറഞ്ഞത്. ആനിക്കാട് അവിടെയും ഉത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിരവധിയായ പ്രഭാഷണങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് ഇന്ന് വേദിയിൽ നിറഞ്ഞ സദസ്സാണ്. നമ്മളുടെ കൗൺസിലർമാർ, നമ്മുടെ നാട്ടകം സുരേഷിയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് അധികമായി ഒന്നും പറയുന്നില്ല. ഈ ശാഖയെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഈ ശാഖ കോട്ടയം യൂണിയന്റെ സംഘടനാ പ്രവർത്തനത്തിന്, കോട്ടയം എന്ന് പറയുമ്പോൾ, കോട്ടയം യൂണിയൻ എന്ന് പറയുമ്പോൾ SNDP യോഗത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അരുവിപ്പുറമാണെങ്കിലും, ഉത്ഭവ കേന്ദ്രം അരുവിപ്പുറമാണെങ്കിലും, സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ നാഗമ്പടമാണ്. ആ നാഗമ്പടത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ 108 ശാഖകളിൽ കോട്ടയത്തുള്ള ഏതാണ്ട്
19ഓളം വരുന്ന ശാഖകൾ, 13ഓളം വരുന്ന ശാഖകൾ. അതിൽ ഏറ്റവും നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം മാതൃകാപരമായി കാഴ്ചവെക്കുന്ന ശാഖയാണ് ഈ മറിയപ്പള്ളി ശാഖ എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. ഞാൻ ആ സംഘടനാ പ്രവർത്തനത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഈ യൂണിയന്റെ കൺവീനറായി വരുന്നതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും വരുമ്പോഴുള്ള മാറ്റങ്ങൾ, അത് ഭൗതികമായുള്ള മാറ്റങ്ങളും ആത്മീയമായുള്ള മാറ്റങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ഇപ്പൊ യൂണിയന്റെ കൺവീനറായി ഒരു വർഷം ഇരിക്കുമ്പോൾ ഈ 103 ശാഖകളുണ്ട് ഇവിടെ. ഈ 103 ശാഖകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ശാഖയാണ്. ഞാൻ അതുകൊണ്ടാണ് ഊർജ്ജസ്വലനായ സെക്രട്ടറി എന്നൊരു വിശേഷണം കൊടുത്തുകൊണ്ട് പറഞ്ഞത്. കാരണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറയുകയും എടുക്കുകയും ചെയ്തുകൊണ്ട് അത് അനിയച്ചന്റെ ഇരുത്തം വന്ന ഒരു പ്രസിഡന്റാണ് അനിയച്ചൻ അല്ലേ. അപ്പോ ആ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഒരു കൂട്ടായ്മ, അതിന്റെ ഒരു പിൻബലം, ശാഖാംഗങ്ങളുടെ ഒരു പിന്തുണ, കോടികളുടെ പ്രൊജക്ട് ഒക്കെ വളരെ ഈസി ആയിട്ടാണ്, പുഷ്പം പോലെയാണ് നിങ്ങൾ ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത്. തീർച്ചയായും എല്ലാ തരത്തിലും മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുമോ. ഒരു ഉത്സവം കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ തുടച്ചു നീക്കിയുള്ള ഒരു നവീകരണ പ്രക്രിയയാണ് തിരുവുത്സവം എന്ന് പറയുന്നത്. ഭഗവാനെ ഇവിടെ ശുദ്ധി കലശമൊക്കെ നടത്തി കലശമാറി ആ ഭഗവാന്റെ ചൈതന്യത്തെ പ്രസരിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രഭാവം ഭഗവാനിൽ ആ നിത്യ ചൈതന്യമായി ഉണ്ടാക്കുമ്പോൾ അത് നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അത് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നമ്മളൊരു വീട്ടിലേക്ക് ഒരു എന്താ പറയുക, ഒരു സുദിനം വരുമ്പോൾ നമ്മുടെ അച്ഛന്റെ നമ്മുടെ അമ്മയുടെ ഒക്കെ പിറന്നാൾ വരുമ്പോ ആ സുദിനത്തിൽ നമ്മളെയും കാത്തിരിക്കുന്ന ഒരു അച്ഛനെ പോലെ ഒരു അമ്മയെ പോലെ ഭഗവാന്റെ തിരുവുത്സവം എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠാ ദിനമാണ്. ആ ദിനത്തിൽ നമ്മൾ ഓരോ മക്കളും ഇവിടേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. എക്സ്ക്യൂസ് പറയുന്നവരും കാണും, പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ആ ഒരു സുന്ദരമായ സുദിനത്തിൽ ഇവിടെ കടന്നു വരുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി നമ്മളുടെ പ്രവർത്തന ബന്ധാവിൽ എപ്പോഴും ശക്തമായി ഊർജ്ജസ്വലമായി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോ മകരമാസം 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് ഇവിടെ തിരുവുത്സവം പറഞ്ഞിരിക്കുന്നത്. അതായത് 2026 ജനുവരി 18 മുതൽ 22 വരെ. 23-ാം തീയതി വീണ്ടും ഒരു കൊടിയേറ്റ് കൂടി നടക്കുകയാണ്. എവിടത്തെയാന്ന് പറയണ്ടല്ലോ, അറിയാം അല്ലേ? എവിടത്തെയാ? ആ നാഗമ്പടത്തെ എന്ന് പറയണ്ട, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നാഗമ്പടം എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബക്ഷേത്രമാണ്. നമ്മൾ കുടുംബം അന്വേഷിച്ച് നടക്കുക. അപ്പൊ 26-ാം നമ്പർ ശാഖ എന്ന് പറയുമ്പോൾ ആ ശാഖയുണ്ടായി ഇവിടെ ക്ഷേത്രമായി എല്ലാ കാര്യങ്ങളും നന്നായി പോയെന്ന് പറയുമ്പോൾ അതിന് തുടക്കം കുറിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി എവിടുന്ന? മൂലക്ഷേത്രമായ നാഗമ്പടത്ത് നിന്നാണില്ലേ. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമിയെ പ്രതിഷ്ഠിതമായ ഇടം, നിരവധിയായ ചരിത്രങ്ങളുള്ള സ്ഥലം. ശിവഗിരി തീർത്ഥാടന പദയാത്രയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ പദയാത്രയ്ക്ക് അല്ലേ 1928 ഗുരുവിന്റെ അനുജ്ഞ വാങ്ങി അല്ലെ അരുൾ ഉണ്ടായ കൽപ്പിച്ചരുളിയ സ്ഥലം തുടങ്ങി നിരവധിയായ അനുഭവങ്ങളുടെ ചരിത്രത്തിന്റെ പുണ്യകേന്ദ്രമായ പ്രഭവ കേന്ദ്രമായ നമ്മുടെ കുടുംബക്ഷേത്രമായ അവിടെ കൊടിയേറുകയാണ്. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുകയാണ്. നമ്മൾ കുടുംബങ്ങൾ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരോട്, ഈ നാഗമ്പടം ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യം തിരുവുത്സവത്തിന് നമ്മുടെ ഒരു ജനറൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ഈ തിരുവുത്സവമൊക്കെ നടത്തുന്നത്. അതിനകത്ത് മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകനാണ് സൈൻജോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോ ഈ തിരുവുത്സവം നടത്തുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, 40,000-ഓളം വരുന്ന കുടുംബങ്ങളുണ്ട് നമുക്ക്. ഈ 40,000 കുടുംബങ്ങളിലും തിരുവുത്സവത്തിന്റെ നോട്ടീസ് എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. 40,000 കുടുംബങ്ങൾക്കുള്ള നോട്ടീസ് കൊടുത്തിരുന്നു. നിങ്ങൾക്കും ഈ നോട്ടീസിനോടൊപ്പം അതും കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സെക്രട്ടറി ആയതുകൊണ്ട് അതോടെ പറഞ്ഞത് കേട്ടോ. അപ്പോ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ആ തിരുവുത്സവത്തിന് വരണം. ഒരു കാര്യം കൂടി ചോദിക്കുക, നമ്മുടെ ഈ കുടുംബത്തിൽ എന്നിട്ടേ നമ്മുടെ അപ്പൂപ്പനെ കാണാൻ അവിടെ വന്നിട്ടേ വരുമ്പോ എന്നെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ശാഖയിൽ പോയിട്ട് അവിടെ ഇരുന്നവരോട് ഞാൻ ചോദിച്ചു, നാഗമ്പടം ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുള്ള എത്ര പേരുണ്ടെന്ന്. കോട്ടയം യൂണിയനിലെ ഗുരുവിന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു ശാഖയുടെ ഇതുപോലെ ഒരു ഉത്സവ വേദിയിൽ ചെന്നാണ് ചോദിച്ചത്. സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി. പകുതി പേര് പോലും കൈപൊക്കിയില്ല. എന്ന് പറഞ്ഞാൽ 113 വർഷമായി നാഗമ്പടം ക്ഷേത്രം ഉണ്ടായിട്ട്. ഈ 113 വർഷമായിട്ട് ഈ ശാഖ 113 വയസ്സുള്ളവർ എന്തായാലും ഇല്ല. പക്ഷേ ആ ക്ഷേത്രത്തിൽ ഒന്ന് എത്തിച്ചേരാത്തവരായിരുന്നു ആ വേദിയിലിരുന്ന സദസ്സിലിരുന്ന പകുതി പേർ. ഞാൻ ഇവിടെ എന്തായാലും കൈപൊക്കിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്ന്, വലിയ പണമൊന്നും വേണ്ടെന്നേ, നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ പൈസ ഒന്നും വേണ്ട, അവിടെ ചെന്ന് ഒന്ന് തൊഴാൻ,
അല്ലെങ്കിൽ 1 രൂപയുടെ ഒരു കർപ്പൂരം മേടിച്ച് കത്തിക്കാൻ, 1 രൂപയുടെ ഒരു സാമ്പ്രാണിത്തിരി കത്തിക്കാൻ അവിടെ ചെന്നൊന്ന് നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു സാന്നിധ്യം ആ മഹാഗുരുവിന്റെ ആ തിരുസവിധത്തിൽ പുണ്യഭൂമിയിൽ ഉണ്ടാക്കുവാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വരുന്ന ദേശതാലപ്പലി ഘോഷയാത്ര, അതോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളൊക്കെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. തിരുവുത്സവത്തിന്റെ ആറാട്ടൊക്കെ വളരെ പ്രൗഢഗംഭീരമായി ഭക്തി നിർഭരമായിട്ടാണ് നടത്തുന്നത്. കാരണം നമ്മളുടെ കുടുംബത്ത് ഒരു ഉത്സവം നടക്കുമ്പോൾ, അത് കോട്ടയം അക്ഷരനഗരിയിൽ നടക്കുമ്പോൾ എല്ലാ തരത്തിലും അത് പ്രൗഢഗംഭീരമായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു തരത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. അതിന് സുമനസ്സുകളായ ധാരാളം വ്യക്തികൾ അത് സ്പോൺസർ ചെയ്തുകൊണ്ട് വളരെ പ്രൗഢഗംഭീരമായിട്ട് പരിപാടികൾ നടക്കുമ്പോൾ എല്ലാത്തിലും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഫെബ്രുവരി 15-ാം തീയതി നമ്മുടെ നാഗമ്പടം മഹാശിവരാത്രി നാഗമ്പടത്തെയല്ല, പക്ഷേ ആലുവ ശിവരാത്രി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പൊ അവിടെ പറയുമ്പോഴും ആലുവ ശിവരാത്രി ഇതുവന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനിയും നാഗമ്പടം ശിവരാത്രി എന്ന് പറയത്തക്ക രീതിയിൽ ആ ശിവരാത്രി മഹോത്സവം കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുക. ഈ 113 വർഷമായ ഈ നാഗമ്പടം ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യം 1008 കുംഭാഭിഷേകം നടത്തിക്കൊണ്ട്, സഹസ്ര കുംഭാഭിഷേകം നടത്തിക്കൊണ്ടാണ് മഹാശിവരാത്രി കൊണ്ടാണ്. നമ്മൾ അരുവിപ്പുറത്തൊക്കെയാണ് പോയി ചെയ്യുന്നത്. അപ്പോ അതിനുള്ള അവസരമുണ്ട്. 10,000-കണക്കിന് ആളുകൾ വരാം. പക്ഷേ ആദ്യം നമ്മൾ വഴിപാട് 1008 കലശമേ ഈ പ്രാവശ്യമുള്ളൂ. അത് കൂടിയാൽ അടുത്ത പ്രാവശ്യം ചെയ്യാം. അങ്ങനെയുള്ള അഭിഷേകമൊക്കെ നടത്തുവാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവാനാൽ വിരചിതമായ ശിവശതകത്തിന്റെ ഒരു അഖണ്ഡനാമ യജ്ഞത്തോടു കൂടിയായിരിക്കും ഈ പ്രാവശ്യം നാഗമ്പടം ശിവരാത്രി നടത്തുന്നത്. അത്തരത്തിൽ ഗുരുവിന്റെ സ്പർശം കൊണ്ട് പുണ്യമായ ആ ഭൂമിയിൽ ഭക്തി നിർഭരമായി ലോകമറിയപ്പെടുന്ന തരത്തിലേക്ക് നാഗമ്പടത്തെ ഉയർത്തണമെന്ന ആഗ്രഹം. ശിവഗിരി തീർത്ഥാടനം പറയുമ്പോൾ അതിന്റെ തുടക്കം നാഗമ്പടമാണ്. അതോടൊപ്പം നാഗമ്പട തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയം തീർച്ചയായും ആ ശിവൻ നിലകൊള്ളുന്ന മഹാഗുരുവിന്റെ ദിവ്യ സാന്നിധ്യമുള്ള ആ പുണ്യഭൂമി ചൈതന്യം പ്രസരിക്കുമാർ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന്റെ പുണ്യം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാവും, ഓരോ വ്യക്തികളിലും ഉണ്ടാവും. അതിന്റെ നേട്ടങ്ങൾ എല്ലാവരിലും ഉണ്ടാകും. ആത്മീയമായും ഭൗതികമായുമുള്ള ഉന്നമനം നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഞാനിവിടെ നമ്മുടെ സൈൻജു സൂചിപ്പിച്ച ഒരു വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇന്ന് സമൂഹം മൊത്തം, മാധ്യമങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ദൃശ്യമാധ്യമങ്ങളൊക്കെ ജനറൽ സെക്രട്ടറിയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമുക്കൊക്കെ ചൊറിച്ചിലുണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇല്ലേ? കാരണം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ചൊറിയുന്നതിന്റെ കാരണം എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിങ്ങളെ അല്ല അവിടെയാണ് തിരുത്തേണ്ടത്. നമ്മുടെ ചില ആളുകൾ ചില കമന്റുകൾ ഇടുമ്പോൾ വിഷമം തോന്നും. മുസ്ലിങ്ങളെ അല്ല, ഞാനും പറയാറുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ വർഗീയവാദം, ഇവിടെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് പലതും പ്രഖ്യാപിക്കുമ്പോൾ അത്തരത്തിലുള്ള വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുവാൻ നമ്മെ കിട്ടില്ല. ഇതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ട്. നമ്മുടെ നാട്ടകം സുരേഷ് ഉൾപ്പെടെ നമ്മുടെ അഭിമാനമാണ്. നാളെ MLA ആയും മന്ത്രിയായും മുഖ്യമന്ത്രിയായൊക്കെ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണല്ലേ? അപ്പോ എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹം നമുക്കുണ്ടെന്നേ. നമ്മുടെ ഒരാള് ഇത്തരത്തിൽ കടന്നു വരണം. കുമാരനാശാനെ സഭയിലേക്ക് പറഞ്ഞു വിട്ടത് ആരാണ്? ഏതവരുടെ പ്രതിനിധിയായിട്ടാണ് കുമാരനാശാനെ കടന്നുവിട്ടത് പ്രജാസഭയിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ രംഗത്തെ ഈ കേരളത്തിന്റെ ഭരണചക്രത്തിലേക്ക് പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതോ മറ്റുള്ളവർക്ക് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ? മറ്റുള്ളവർ പറയുമ്പോൾ അത് മതേതരവും, നമ്മൾ പറയുമ്പോൾ അത് വർഗീയതയും. ആ പറയുന്ന നാണയം എന്താണെന്ന് തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് നമ്മൾ ഇനിയും പറയും. നമുക്ക് എന്താ പറയാ, പോസ്റ്റ് ഒട്ടിക്കാൻ മാത്രമല്ല അറിയാവുന്നത്, ഈങ്കല വിളിക്കാൻ മാത്രമല്ല അറിയാവുന്നത്, കത്തിക്കുത്ത് നടത്താനും തല്ലാനും കൊല്ലാനും മാത്രമല്ല അറിയാവുന്നത്, ഭരണചക്രങ്ങളുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരുന്ന് നല്ല രീതിയിൽ ഭരിക്കാനും അറിയാം. അത് ഈ സംഘടനയുടെ പാരമ്പര്യമാണ്. അത് കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പീത പതാകയുടെ മുന്നിൽ അണിനിരക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സംഘടിച്ച് ശക്തരാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ ഭഗവത്വചനങ്ങൾ അന്വർത്ഥമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവുത്സാശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ 10ാമത് മകരചതയ മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഈ പൊതുസമ്മേളനം ഗുരുവിന്റെ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.
ഒന്ന് പോകാൻ കൂടി അനുവദിക്കുമല്ലോ അല്ലേ? അടുത്തതായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സഹയോഗത്തിൻ്റെ പരിധിയിൽ വിജയികളായവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരവ് നൽകുവാനായി ബഹുമാനപ്പെട്ട സുരേഷ് പരമേശ്വരൻ സാറിനെയും ആദരവ് വാങ്ങുവാനായി ആദ്യം ശ്രീ അനിൽ പാലാപ്പറമ്പിൽ 25-ാം വാർഡിൻ്റെ കൗൺസിലറാണ്. അടുത്തത് ശ്രീമതി രാഗിണി സാബു 26-ാം വാർഡിൻ്റെ പ്രതിനിധിയാണ്. അടുത്തതായി 27-ാം വാർഡിൽ നിന്നുള്ള പ്രതിനിധി ശ്രീ ബിജു എസ് കുമാർ. അടുത്തതായി 34-ാം വാർഡിലെ കൗൺസിലർ ശ്രീമതി അലീഷ എം ജേക്കബ്. അടുത്തത് 35-ാം വാർഡിലെ കൗൺസിലർ ശ്രീ കെ ശങ്കരൻ. അടുത്തത് 36-ാം വാർഡിലെ പ്രതിനിധി ശ്രീ സനിൽ തമ്പി. അടുത്തതായി ഉത്സവ സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അടുത്തതായി 2 വാക്ക് സംസാരിക്കുവാൻ ശ്രീ അനിൽ പാലാപ്പറമ്പിലിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ അനീച്ചൻ അറുവൽ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ എല്ലാ സെക്രട്ടറി ശ്രീ സൈന്യുറ്റി കാഞ്ഞിരപ്പള്ളി, ഈ യോഗയുടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന നേതാക്കളെ, ശ്രീനാരായണീയർ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരവസരത്തിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം കൊണ്ടൊന്ന് മാത്രമാണ് എനിക്കിന്നിവിടെ ഈ ഒരു അവസരത്തിൽ നിൽക്കുവാൻ സാധിക്കുന്നത്. എന്നെ ഈ ആദരവിനെ ക്ഷണിച്ച സഹായോഗത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്കും എന്നെ സഹായിച്ച എല്ലാ ശ്രീനാരായണീയർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ. അടുത്തതായി ശ്രീമതി രാഗിണി സാബു. ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം നൽപൊന്താരിൻ കാന്തി പൊങ്ങും പ്രഭയോട് ഒരു രോമാളിയാടുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം വരുമരീയകരാബ്ജങ്ങളും തുങ്കഭക്ത്യ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. ബഹുമാന്യനായ ആദരണീയനായ നിങ്ങളുടെ ശാഖായോഗം പ്രസിഡന്റ്, സെക്രട്ടറി, നമുക്കിവിടെ നിങ്ങളുടെ ഈ യോഗം ഉത്സവത്തിന് ഉദ്ഘാടനത്തിനെത്തിയ സുരേഷ് പരമേശ്വരൻ സാറ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അവർകൾ, വേദിയിലും സരസിലും ഇരിക്കുന്ന ആദരണീയരായ ഭക്തജനങ്ങളെ, എല്ലാ ശ്രീനാരായണീയരെയും എല്ലാവർക്കും എൻ്റെ നമസ്തേ. എൻ്റെ പേര് എല്ലാവർക്കും അറിയാം. എൻ്റെ നിങ്ങളുടെ തന്നെ തൊട്ടടുത്ത ശാഖയായ പൂവന്തത്തിൽ ശാഖയിലെ ഒരു അംഗവും ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ഒരു പഠിതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹിളാ കോൺഗ്രസിൻ്റെ
ബ്ലോക്ക് സെക്രട്ടറിയും ചെറിയൊരു പ്രഭാഷകയുമാണ്. നമ്മുടെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് എൻ്റെ തൊട്ടടുത്ത ശാഖയായ ഈ മറിയപ്പള്ളി ശാഖയിലെ രണ്ട് കുടുംബയോഗങ്ങളിൽ ഞാൻ വോട്ട് ചോദിക്കാതെ ചോദിച്ച് അറിഞ്ഞെന്നെ തന്ന് എന്നെ സഹായിച്ചു. എന്തുകൊണ്ട്? ഗുരുവിനോട് ഉള്ള വിശ്വാസം. ഗുരുവിനോട് നമ്മൾ ഒന്നും ചോദിക്കണ്ട, എല്ലാം അറിഞ്ഞു തരുന്ന ഈശ്വരനാണ് ഗുരു. അതാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, തൊട്ടടുത്ത് എൻ്റെ തന്നെ എതിർ സ്ഥാനാർത്ഥി ഇവിടെ വന്നു പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനെന്താ, വന്നു പോട്ടെ. അപ്പോൾ ഞാൻ അവരോട് 4 വരിയാണ് അവിടെ ചോദിച്ചത്. എന്നാലുപദ്രവമൊരുത്തിനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുതു, ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും ഒന്നാകണം മമ മനസ്സു ജഗൽ സ്വരൂപ. ഞാൻ ചോദിക്കാതെ അവരോട് ചോദിച്ച്, എന്താ വോട്ട്? എന്താ? ഗുരുവിന്റെ ഒരു നിയോഗമാണ്. ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിന്റെ ദർശനം ഉൾക്കൊണ്ട് ജീവിച്ചു ഗുരുവിന്റെ ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഗുരു തന്നതാണ്. ഗുരുവിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് എനിക്ക് ഈ കണ്ട ആനന്ദം. ഗുരുവിന്റെ ദർശനം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ആത്മാനുഭൂതി. ഞാൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥാനം സ്വപ്നമേ കണ്ടിട്ടില്ല. എൻ്റെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരു കൂലിവേലക്കാരനായ, ഒരു മരം വെട്ടുകാരനായ ഒരു കൂലിക്കാരന്റെ മകൾ ഇന്ന് ഒരു കൗൺസിലറായി എന്ന് പറയുമ്പോൾ 15 വർഷത്തെ ആശാപ്രവർത്തനം അതുകൊണ്ട് മാത്രമാണോ? അല്ല. ഗുരു എന്ന ഈശ്വരനെ അറിഞ്ഞ്, ഗുരു ഈശ്വരനാണെന്ന് തന്നെ ഗുരുവിൽ എൻ്റെ ആത്മസമർപ്പണം ചെയ്തു. ഇപ്പോഴത്തെ യുവതലമുറയൊക്കെ ചോദിക്കും, ഗുരു ഈശ്വരനാണോ? ചോദിക്കുന്നവർക്ക് നമുക്ക് ഇത്തിരി നേരം പറയാനുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇരിക്കുമെങ്കിലും, ഒത്തിരി പ്രഭാഷകര്, ഒത്തിരി പേര് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ കുറച്ചറിവ് ഞാൻ നിങ്ങളിലോട്ട് ഈ സമയം ഞാൻ പകർന്നു തരികയാണ്. അത് ചുമ്മാ പോകാൻ പറ്റത്തില്ലല്ലോ. ഈ ശാഖയിൽ 10ാമത് തിരുവുത്സവം ആകുന്ന നേരത്ത് എനിക്ക് കിട്ടിയ അറിവിന്റെ ഒരംശം നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാണ്. ഇപ്പോഴത്തെ തലമുറ ചോദിക്കുന്നുണ്ട്, എല്ലാം ഈശ്വരീയതയല്ലേ? ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന് നമ്മൾ പറയുമ്പോൾ ഗുരു ഈശ്വരനാണോ? ആണെന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട്? അതിനുള്ള കൃതികൾ ഗുരുവിന്റെ തന്നെ എഴുതി തന്ന 65 പരം കൃതികളുണ്ട്. ആ ഗുരുവിന്റെ സത്തയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ആരാണ്? ഗുരു തന്നെയാണ്. അതെന്ന് നാം അറിയണം. അതുപോലെ തന്നെ ഞങ്ങൾ 1998 ഞാനൊക്കെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൽ പഠിക്കുവാൻ പോകുന്നത്. അവിടെ നിന്നും ശരിക്കും കിട്ടി. ഞങ്ങളൊക്കെ പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്നൊരു സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ജീവിത ചരിത്രം. അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും വായിക്കാറുണ്ടോ? ആ അന്തർജനത്തിന്റെ പൂജാമുറിയിൽ ഇന്നും ഗുരുവിന്റെ ചിത്രം വെച്ചാണ് പൂജിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് നാം മനസ്സിലാക്കിയിട്ടില്ല. അറിയണം. അവിടെയാണ് ഗുരു ആരാണെന്ന് നാം അറിയേണ്ടത്. ആ കഥയൊക്കെ ഞാൻ ഇനിയും നിങ്ങളുടെ കുടുംബയോഗങ്ങളിൽ വന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ പറയാം. ഇപ്പോൾ അനേകായിരം, അതായത് കുറച്ചറിവ് നിങ്ങളും സമയാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ നിങ്ങളെ കേൾക്കുവാൻ വേറെ ആൾക്കാരും ഉള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നത് ശരിയല്ല എന്നും. അതുകൊണ്ട് നമ്മൾ പൂർവികരുടെ കഥകൾ പറയണം, അറിയണം, വായിച്ചു മനസ്സിലാക്കണം. എങ്കിലേ ഗുരു ആരാണെന്ന് നാം അറിയുള്ളൂ. ഗുരു തന്ന നിയോഗമാണ് ഇന്ന് എനിക്ക് ഇവിടെ എത്താനും നിങ്ങൾക്ക് എന്നെ ആദരിക്കുവാനും ഒരവസരം കിട്ടിയത്. ഈ അവസരത്തിന്, ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇവിടുത്തെ ശാഖാഭാരവാഹികളും എല്ലാ ശ്രീനാരായണരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വാക്കുകൾ എൻ്റെ പൊന്നു തമ്പുരാന്റെ പാൽപാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. നന്ദി ശ്രീമതി രാഗിണി സാബു. അടുത്തതായി 27ാം വാർഡിലെ കൗൺസിലർ ശ്രീ ബിജു എസ് കുമാർ. ബഹുമാനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ശാഖയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ അനീജൻ, ഈ പൊതുസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കോട്ടയം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ബഹുമാനനായ ശ്രീ സുരേഷ് പരമേശ്വരൻ, ഈ സമ്മേളനത്തിന് ഉത്സവ സന്ദേശം നൽകുന്ന ഒരു ജനപ്രതിനിധിയായി ഈ സമ്മേളനത്തിൽ നിൽക്കുവാൻ എനിക്ക് അവസരം തന്ന ഈ നാട് കേരള രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയ പ്രിയങ്കരനായ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷ്, എന്നോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, ഏറെ ബഹുമാനരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാൻ നേരുകയാണ്. വലിയ ഒട്ടേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഒരു ജനപ്രതിനിധിയായി ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ഓർമ്മകളും നിലനിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ വിലയേറിയ മനസ്സിൻ്റെയും നിങ്ങളുടെ മനസ്സിൻ്റെ അചഞ്ചലമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കിവിടെ കടന്നു വരാൻ കഴിഞ്ഞത്. അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ ഗുരുദേവ ദർശനങ്ങളും ഗുരുദേവൻ്റെ ആദർശങ്ങളുമൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാഷ്ട്രീയ മേഖലകളിലും മറ്റെല്ലാ മേഖലകളിലും SNDP ഇന്ന് വലിയ ശ്രദ്ധയാകർഷിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും സംസ്ഥാനവും കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവുമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത സ്വപ്നങ്ങളുമൊക്കെ ഇന്ന് കൂട്ടി വായിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. SNDP എന്ന മഹാപ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകവുമായി ഇണചേർന്ന് നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. SNDP എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഉറച്ച നിലപാടുകളും ഉറച്ച തീരുമാനവുമാണ്. ഇനിയും ഒട്ടേറെ സഹപ്രവർത്തകർ പ്രസംഗിക്കാനുള്ളത് കൊണ്ടും സമയം വളരെ അതിക്രമിച്ചതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും നിങ്ങൾ നൽകിയ അംഗീകാരത്തിനും ഈ ആദരവിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ബിജോസ് കുമാർ. അടുത്തതായി 34-ാം വാർഡിലെ കൗൺസിലർ ശ്രീമതി അലീഷ M. ജേക്കബിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറി, നമ്മുടെ DCC പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഈ അവസരത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു മൊമെൻ്റാണ് ഇവിടുന്ന്. അതിനാദ്യമായിട്ട് ഞാൻ ഇവരോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് നമ്മുടെ SNDP ഇവിടെ ഉള്ളവരോട് എനിക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇലക്ഷന് നിന്നപ്പോൾ എൻ്റെ സമുദായത്തിൽ നിന്നുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ അവരൊക്കെ എനിക്ക് എതിരായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തി. പക്ഷെ അന്ന് നമ്മുടെ പള്ളം ശാഖയിൽ കൊടുത്ത് എൻ്റെ അയൽവക്കക്കാർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് നിന്നോ, നിൻ്റെ കൂടുതൽ ഞങ്ങളുണ്ട്, നീ ഞങ്ങളുടെ കുടുംബയോഗത്തിൽ വരണം, ഞങ്ങളെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തൊരു ആൾക്കാർ വേറെ ഇല്ല. അതുകൊണ്ട് മറ്റു നമ്മുടെ മറിയപ്പള്ളി ശാഖ കുടുംബയോഗത്തിൽ ചെന്നപ്പോഴും എല്ലാവരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സഹോദരിയോട് അല്ലെ ഒരു കൂടപ്പിറപ്പോടുള്ള ഒരു സ്നേഹമാണ് അവരെല്ലാവരും എനിക്ക് തന്നത്. ആ ഒരു സ്നേഹത്തിന് ഞാൻ ഇപ്പം ഈ നിമിഷം ഈ വേദി ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. മുമ്പോട്ടും ആ സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശാഖ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു ആയിട്ട് പോകാനാണ് എനിക്കിഷ്ടം. അതായത് ഒരു കൗൺസിലർ എന്നുള്ള ഒരു തലഭാവം വെക്കാതെ നമ്മുടെ ജനങ്ങളോട് കൂടെ നിന്ന് അവരുടെ പ്രശ്നം മനസ്സിലാക്കി അത് ഒരു അഹങ്കാരമില്ലാതെ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ആ പ്രാർത്ഥനയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീമതി അലീഷ ജേക്കബ്. അടുത്തതായി 35-ാം വാർഡിലെ കൗൺസിലർ ശ്രീ K. ശങ്കരൻ അവർകളെ ക്ഷണിക്കുന്നു.
മകരച്ചതയ ഉത്സവത്തിൻ്റെ സമാരംഭം കുറിപ്പിക്കുന്ന ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് സഹോദര തുല്യനായ ശ്രീ അനിയച്ചൻ ചേട്ടൻ, ഇവിടെ ഇതിനെല്ലാം നെടുനായകത്വം വഹിക്കുന്ന സെക്രട്ടറി ശ്രീ സൈൻജു ടി കാഞ്ഞിരപ്പള്ളി, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ശ്രീ സുരേഷ് പരമേശ്വരൻ സാറ്, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തകൻ, നമ്മുടെ എല്ലാം നാടിനെ കേരളത്തിൽ മുഴുവൻ അറിയിക്കുന്ന ശ്രീ നാട്ടകം സുരേഷ് ചേട്ടൻ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരന്മാർ, കൗൺസിലർമാർ, ഈ SNDPയുടെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, അമ്മമാരെ, സഹോദരന്മാരെ, ഈ കോട്ടയം പ്രദേശത്ത് ഏറ്റവും അധികം സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിൽ നടക്കുന്ന ചില സമയത്തൊക്കെ എനിക്ക് ഇത്തരം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് എന്നുള്ളതിനൊരു സംശയമില്ല. അതിനൊരു കാരണം, ഞാൻ എൻ്റെ ഗുരുസങ്കല്പത്തിൽ ഏറ്റവും ധന്യമായി കരുതുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞ, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ സംഘേ ശക്തി കലൗ യുഗേ, ഈ കലിയുഗത്തിൽ സംഘടനയ്ക്കാണ് ലോകത്തിന് മംഗളം നൽകാൻ സാധിക്കുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ശ്രീനാരായണ ഗുരുദേവൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP, ആ SNDPയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഏത് കാര്യങ്ങളിലും അതിൽ പങ്കാളിയാവാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായും ധന്യമായിട്ടാണ് ഞാൻ കരുതാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഏത് സന്ദർഭങ്ങളിലും ഈ മണ്ണിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. ഏത് നന്മ നിറഞ്ഞ കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാതെ ഞാൻ എങ്ങോട്ടും പോകാറില്ല. തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യം അതാണ്, പരമ്പര അതാണ്. ഗുരുക്കന്മാരെ ഈശ്വരനായി കണക്കാക്കുക, ഈശ്വരനാണ് എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ജീവിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഭാരതീയ പരമ്പരയുടെ ഭാഗമാണ്. ഗുരുവിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് മറ്റൊരു ഈശ്വരൻ ഇല്ല എന്നുള്ളതാണ്, യാതൊരു സംശയമില്ല. കാരണം ഏതൊരു പൂജയ്ക്കും ഏറ്റവും ആദ്യം ഗുരുവിനെയാണ് പൂജിക്കുക. ഗുരുവിനെ പൂജിച്ചതിന് ശേഷം മാത്രമേ മറ്റ് ഏതൊരു ഈശ്വര സങ്കല്പത്തിലേക്കും ഏതൊരു ഭാവത്തിലേക്കും നമ്മൾ വരാറുള്ളൂ. അതുകൊണ്ട് ഗുരുസങ്കല്പമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കേണ്ടത്. ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ, കേരളത്തിൻ്റെ എല്ലാ സമൃദ്ധിക്കും കാരണം ഈ ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ കേരളത്തെ ആധ്യാത്മികമായി ആറാടിച്ചു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവനാണ് കേരളത്തെ കേരളമാക്കി മാറ്റിയത്. ശ്രീനാരായണ ഗുരുദേവനാണ് നാളെയുടെ നാളുകളിൽ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ ഉതകുന്ന ആശയങ്ങളും ആചരണങ്ങളും എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യനായി ജനിച്ചവരാണ്. മനുഷ്യനായ പൂർണ്ണനാവാനുള്ള ഒരു ജീവി മാത്രമാണ്. മനുഷ്യനായി തീരാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് നമ്മളെല്ലാവരും. മനുഷ്യനായിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യനാവണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉദാത്തമായിട്ടുള്ള ഭാവങ്ങൾ വികസിച്ച് വിടർന്ന് വരണം. അതിന് ഗുരുദേവൻ നൽകിയിട്ടുള്ള അരുളുകൾ സ്വീകരിക്കുകയും ഗുരുദേവനായി മാറാൻ, അല്ലെ ഗുരുദേവന്റെ വഴിയെ സഞ്ചരിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സാധന ചെയ്യുന്നൊരു സാധകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിൽ ഏത് സമയത്തെത്തിയാലും അതിൻ്റെ ഒരു ശാന്തി, സമാധാനം, അതിൻ്റെ ഒരു പവിത്രത ഞാൻ ഉൾക്കൊള്ളാറുണ്ട്.
തീർച്ചയായും വരും നാളുകളിലും ഭഗവാന്റെ അനുഗ്രഹം എനിക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ശങ്കരൻ. 36-ാം വാർഡിലെ കൗൺസിലർ ശ്രീ സനിൽ തമ്പിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ തിരുവുത്സവ വേദിയിലെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അനീഷൻ 60 ഇനി വേദിയിലിരിക്കുന്ന മറ്റാരുടെയും പേര് എടുത്തു പറഞ്ഞ് സമയം കളയരുതെന്ന് നമ്മുടെ മുഖ്യ പ്രഭാഷകരായെത്തിയിട്ടുള്ള മാട്ട സുരേഷ് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കരയിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വിശന്ന് ഇരിക്കുന്നവരുടെ മുമ്പിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അവിടെ പോയിട്ട് കഞ്ഞി കുടിക്കണം. അതാണിപ്പം അടുത്ത നമ്മളുടെ പരിപാടി. ഈ തിരുവുത്സവ വേദിയിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇവിടെ വന്ന് നിൽക്കുവാൻ സാധിച്ചത് ഞാൻ നന്ദിയോടെ സ്മരിക്കട്ടെ. വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ഇത്തരമൊരു സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ സാധിച്ചത്. അതിന് ഈ ശാഖായോഗത്തിൻ്റെ ഭാരവാഹികൾ, സൈജു അടക്കമുള്ളവർ, ഒട്ടേറെ പേര് ഇതിനുവേണ്ടി നല്ല നിലയിൽ സഹായിച്ചിട്ടുണ്ട്. അവരോടും അതോടൊപ്പം ഈ തിരുവുത്സവ വേദി ധന്യമാക്കിയ മുഴുവൻ ശ്രീനാരായണ വിശ്വാസികളോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സനിൽ തമ്പി. അടുത്തതായി ഉത്സവ സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കോട്ടയം DCC പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ് അവർകളെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, പ്രിയപ്പെട്ട അനീച്ചൻ ശ്രീ സൈജു കാഞ്ഞിരപ്പള്ളി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ ജനപ്രതിനിധികൾ, സഹോദരിമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ശാഖയുടെയും യുവ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും എല്ലാം നേതാക്കന്മാരെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, മക്കളെ, ഇനി ഉത്സവ സന്ദേശം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് കുഴപ്പമാവും. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു തിരക്കിലായി. നമ്മുടെ ജനപ്രതിനിധികൾ, അവരെ നിങ്ങൾക്കൊന്ന് കാണാനും അവർക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുമുള്ള അവസരമാണ് കൂടുതലായി നൽകേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ സംസാരിച്ചിട്ടേ ഞാൻ സംസാരിക്കുന്നതെന്ന് പറയാം. മാത്രമല്ല, ഞാനിവിടുത്തെ ഒരു സ്ഥിരം കക്ഷിയാണ്, ഞാനിതിൻ്റെ ഭാഗമല്ലേ. അപ്പം ഞാൻ പ്രസംഗിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ചേർത്ത് സൈജു ഒരു 45 മിനിറ്റ് സംസാരിച്ച് എനിക്ക് വലിയ ഇഷ്ടം തോന്നി. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. സൈജു പറഞ്ഞതുപോലെയൊക്കെ ആയിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇച്ചിരി കടന്ന ആഗ്രഹം അല്ലേ, ഇങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്തെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലായിട്ടുണ്ടെങ്കിൽ, ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഞാൻ ചെറിയ പ്രായത്തിൽ വലിയ അവസരം കിട്ടിയ ഒരാളാണ്. ഇതൊക്കെ ഇതിൻ്റെ എല്ലാം പിന്നിൽ നിങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ DCC പ്രസിഡന്റായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. ആ പദവി ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തതാണ്. പക്ഷെ ആ പദവിയിൽ ഇപ്പോൾ 4.5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. അത് മഹാഗുരുവിൻ്റെ വലിയ അനുഗ്രഹമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ നൽകിയ പിന്തുണയും പ്രചോദനവും സ്നേഹവും എല്ലാം, ഈ പിന്തുണയും സ്നേഹവും തുടർന്നും ഉണ്ടാകണം, ഒരു സഹോദരനോടെന്നുള്ള നിലയിൽ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ നല്ല അന്തരീക്ഷത്തിൽ ഗുരുദേവ അങ്കണത്തിൽ ക്ഷേത്രത്തിൽ നമ്മുടെ ഉത്സവത്തിൻ്റെ കൊടി ഉയർന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളുടേതാണ്. ഉത്സവം ഒരു സമൂഹത്തെ ആകെ ഒന്നിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്
അതിൻ്റെ പിന്നിൽ ഒരു നാടിൻ്റെ കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഗുരുദേവ ക്ഷേത്രം ഏറ്റവും മാതൃകാപരമായ ഉത്സവം നടത്തുന്ന ഒരു സ്ഥലമാണ്. ഈ ലോകത്തിന് ഏറ്റവും വലിയ സന്ദേശം നൽകിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. നമ്മൾ ലോകത്തെ നിരവധിയായിട്ടുള്ള ആത്മീയാചാര്യന്മാരെ പഠിച്ചിട്ടുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കളെ പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാരെ പഠിച്ചിട്ടുണ്ട്, ദാർശനികരെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിരവധിയായിട്ടുള്ള ആളുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ അവരുടേതായ കർമ്മമണ്ഡലങ്ങളിൽ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരുവിനെ എടുക്കുമ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തനാണ് ഗുരു. കാരണം ഗുരു കടന്നു ചെല്ലാത്ത ഒരു മേഖലയുമില്ല. എല്ലാ മേഖലകളിലും ഗുരു കടന്നു ചെന്നു എന്നുള്ളതാണ്. ലോകത്ത് ഇത്രയും വലിയ സന്ദേശം നൽകിയ മറ്റാരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഗുരു ലോകത്തിന്റെ ഗുരുവാണ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോഴും എത്രയോ പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തിക്കേണ്ട ഗതികേടിലാണ് നമ്മളെല്ലാവരും. ഇപ്പോഴും ഗുരു തളയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. വേണ്ടത്ര നിലയിലേക്ക് പരിഗണന ഇല്ലാതെ പോകുന്നു. പാർലമെന്റിൽ ദശകത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ചർച്ച നടക്കുകയുണ്ടായി. ദശകത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. അതൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. വർത്തമാനകാലത്തെ തലമുറയ്ക്ക് ഗുരുവിനെ വേണ്ട നിലയിൽ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ആ വലിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ, ആ വലിയ മഹാഗുരുവിനെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ടും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വഴി നമ്മൾ ഒരു ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന വലിയ ദൗത്യം നിർവഹിക്കുകയാണ്. ഇന്ന് ചരിത്രകാരന്മാരെയും ചരിത്രത്തെയും ബോധപൂർവമായി തമസ്കരിക്കുകയും പുതിയ ചരിത്രവും പുതിയ ചരിത്രകാരന്മാരും രചിക്കപ്പെടുകയും ചെയ്യുകയാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുന്നു. നവോത്ഥാന നായകര് തമസ്കരിക്കപ്പെടുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ എല്ലാം പേര് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. നവോത്ഥാന നായകന്മാരുടെ സ്ഥാനത്ത് പുതിയ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചരിത്രത്തോട് കാണിക്കുന്ന വലിയൊരു അനീതിയുടെ വക്കിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ചരിത്രത്തോട് കാണിക്കുന്ന ഈ വലിയ അനീതി നമ്മുടെ നാടിന്റെ മഹത്തായ പാരമ്പര്യത്തെയും നാടിന്റെ മഹത്തായ സംസ്കാരത്തെയും പൈതൃകത്തെയും നാട് പിന്നിട്ട നാൾവഴികളെയും എല്ലാം മറയ്ക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ ചരിത്രകാരന്മാരും യഥാർത്ഥ നവോത്ഥാന പ്രസ്ഥാനവും യഥാർത്ഥ നവോത്ഥാന നായകരുമെല്ലാം പുതിയ തലമുറയിൽ ആവേശം പകർത്തുന്ന തരത്തിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കണം. അതിനുള്ള വലിയ ഉത്തരവാദിത്വം ഈ അവസരത്തിൽ ഏറ്റെടുക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഇവിടെയുണ്ട്. അവർ നമ്മുടെ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ കണ്ണാടിയാണ്. അവരിൽ ദിശാബോധം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അവരെ നല്ല സമൂഹത്തിന് നല്ലവരായി അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായങ്ങളും പിന്തുണയും നൽകി നമുക്ക് അവരെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. അർപ്പണ മനോഭാവമുള്ള സമർപ്പിത ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ജനപ്രതിനിധികളെല്ലാം. അവരെ സഹായിക്കുന്ന നിലപാടായിരിക്കണം നമ്മൾ പലപ്പോഴും എടുക്കേണ്ടത്. ഏതൊരു വിഷയത്തിലും നമുക്ക് കുറവുകൾ കണ്ടെത്താൻ കഴിയും, കുറ്റങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തുന്ന അതേ കണ്ണുകൾ കൊണ്ട് അവരിലെ നന്മ കാണാനായിട്ട് നമുക്ക് കഴിയണം. അവർ ചെയ്യുന്ന പ്രവൃത്തിയിലെ സുതാര്യതയും നന്മയും തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. കൈയടിച്ച് അഭിനന്ദിക്കാനായിട്ട് നമുക്ക് കഴിയണം. നല്ല നേതാക്കന്മാരായിട്ട് അവർക്ക് വളർന്നു വരാൻ
നമ്മുടെ പ്രോത്സാഹനവും പിന്തുണയും ആവശ്യമാണ്. ആ രീതിയിൽ അവർക്ക് കടന്നു വരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ഞാൻ ആശംസകൾ നേരുന്നു. മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്ഭുതകരമായ ശാസ്ത്ര പുരോഗതിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ശാസ്ത്ര പുരോഗതിയെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒക്കെ അനന്തമായ സാധ്യതകളെ പരിചയപ്പെടുത്താനോ അതിന് സൗകര്യപ്രദമായ നൂതനമായ വിദ്യാഭ്യാസ സമ്പ്രദായം ആവിഷ്കരിക്കാനോ നമ്മുടെ കൊച്ചു കേരളത്തിൽ കുറെ കാലങ്ങളായിട്ടുള്ള ശ്രമം നടക്കുന്നില്ല എന്നുള്ളത് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കാര്യക്ഷമതയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ നമ്മുടെ ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ കുട്ടികൾ മാറിയ ലോകത്തിന്റെ മത്സരത്തിന്റെ കാലത്ത് അവർ പിന്തള്ളപ്പെട്ടു പോകാനായിട്ടുള്ള വലിയ സാധ്യത ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വളരെയേറെ ഗൗരവതരമായി സമീപിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാഖായോഗത്തിന്റെ ഈ ശാഖയുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ അനിയച്ചന്റെയും സൈജുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ ആ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇവിടെ സുരേഷ് പരമേശ്വരൻ സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ശാഖയായി അത് അടിസ്ഥാന ഭൗതിക ആത്മീയ രംഗങ്ങളിലെല്ലാം അത് ഒന്നാമത് എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരുമയും ഐക്യവും മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ ജനകീയവൽക്കരിച്ച് മതേതരത്വത്തിന്റെ മഹനീയമായ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ ഗുരു ഉപദേശിച്ച ആ മതേതരത്വം, ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആ വലിയ ആശയം, ആ വലിയ സന്ദേശം അതിന് ഒരല്പം പോലും മങ്ങലേൽക്കാതെ ഉയർത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് കഴിയണം. വർഗീയത പറയുന്നവർ വർഗീയത പറയട്ടെ, അതാരായിരുന്നാലും വർഗീയതയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനവും ഗുരുഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് SNDP ഏറ്റെടുക്കേണ്ടത്. ശ്രീനാരായണ വിശ്വാസികൾ ഏറ്റെടുക്കേണ്ടത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനുഷ്യരാണെന്നും നാം മാനവികതയാണ് ഏറ്റവും വലിയ മതമെന്നും നാം പറഞ്ഞു കൊടുക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി തിരുവുത്സവത്തിന്റെ ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നന്ദി ശ്രീ സുരേഷ് സാർ. ഒരു ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരങ്ങളിൽ കോളേജ് വിഭാഗത്തിൽ ഇംഗ്ലീഷ് മലയാളം പ്രസംഗത്തിൽ 1ാം സ്ഥാനവും കൃതിപാരായണത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി നമ്മുടെ മറിയപ്പള്ളി ശാഖയുടെ അഭിമാനമായ കുമാരി ഉത്രജ ജമിനിക്കുള്ള ആദരവാണ്. സ്വീകരിക്കാനായി ഉത്രജ ജമിനിയെയും ആദരവ് നൽകുന്നതിനായി ശ്രീ സുരേഷ് സാറിനെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഉത്രജയുടെ പിതാവായ ശ്രീ ജമിനി തങ്കപ്പനും പൊതുവിഭാഗത്തിൽ മലയാളം പ്രസംഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഉത്രജ സമ്മാനം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട വനിതാ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീ രജനി അജികുമാർ വൈദ്യശാലയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. മറിയപ്പള്ളി 26ാം നമ്പർ ശാഖയുടെ മകരചതയ മഹോത്സവത്തിൻ്റെ പൊതുസമ്മേളന വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ അനീസൻ അറുപതിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ ശാഖയുടെ സെക്രട്ടറി ശ്രീ സൈൻ ചൂറ്റി കാഞ്ഞിരപ്പള്ളി, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത സുരേഷ് പരമേശ്വര സാറ്, മറ്റ് വാർഡ് കൗൺസിലർമാർ, ഈ വേദിയിലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും പോഷക സംഘടനകളും സദസ്സിലിരിക്കുന്ന എല്ലാ ഗുരുദേവ വിശ്വാസികൾക്കും ഞാൻ ആശംസ നിർത്തുന്നു. ഗുരുദേവ കർമ്മം ജയിക്കട്ടെ.
നന്ദി ശ്രീമതി രജനി അജികുമാർ. അടുത്തതായി ബഹുമാനപ്പെട്ട യൂത്ത് മൂവ്മെന്റിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു സുഭാഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ആദരണീയനായ സൈജു ചേട്ടൻ, DCC പ്രസിഡന്റ് ശ്രീ നാട്ടം സുരേഷ്, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, നമുക്കറിയാം ഇനിയിപ്പോൾ 5 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ്. ഈ ഒരു മതിൽക്കെട്ട് സന്തോഷവും സൗഹൃദവും സ്നേഹവും ഒക്കെ പൂക്കുന്ന ഒരു സ്ഥലമായി മാറട്ടെ, അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ എല്ലാം കലാപരിപാടികളൊക്കെ ഉണ്ട്, അതെല്ലാം ആസ്വദിക്കാനും എല്ലാം നമുക്ക് കഴിയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ നേതാക്കളോടൊപ്പം ഇരിക്കുന്നതൊക്കെ വളരെ അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. മന്ത്രിയായിട്ടുള്ള VM വാസവൻ സാറ്, തിരുവഞ്ചൂർ സാറ്, അവരോടൊപ്പം ഒക്കെ എനിക്ക് ഇരിക്കാൻ സാധിച്ചതൊക്കെ തന്നെ വലിയൊരു സാറ് ഞാൻ അത് പറഞ്ഞത്. അതുപോലെ നാട്ടം സുരേഷേട്ടനൊക്കെ, സുരേഷേട്ടൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സ്വന്തം ആളാണെന്ന്, അതുകൊണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും മാനവ സേവയാണ് ഈശ്വര സേവ എന്നൊക്കെ നമ്മൾ നവോത്ഥാന നായകരൊക്കെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ വാർഡ് കൗൺസിലറായിട്ടുള്ളവർക്കൊക്കെ ശരിക്കും വളരെ നന്മ നിറഞ്ഞ ഒരു സേവനമാണ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത്. അതവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. ഇന്ന് ഇവിടെ ജയിച്ചു വന്നവരൊക്കെ അങ്ങനെയുള്ളവരാണ്. 2ാം സ്ഥാനത്തെത്തിയവരെല്ലാം അവരെയും നമ്മൾ ശരിക്കും ഓർക്കേണ്ടവരാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ VS അച്യുതാനന്ദനും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഒരു കാലത്ത് പരാജയപ്പെട്ടിട്ടുള്ളവരാണ്. പിന്നീട് അവരൊക്കെ ഈ രാജ്യവും കേരളവും ഒക്കെ ഭരിക്കുന്നവരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 2ാം സ്ഥാനത്തെത്തിയവരെല്ലാം ആരും നിരാശപ്പെടേണ്ടതില്ല. അവരൊക്കെ വളരെ നന്മ നിറഞ്ഞ പ്രവർത്തകരായിട്ടുള്ളവരുമാണ്. എന്തായാലും നമ്മൾക്ക് ഈ 1ാം സ്ഥാനത്ത് കഴിഞ്ഞ നമ്മുടെ ജില്ലാ തെരഞ്ഞെടുപ്പിൽ എത്തിയവർക്കെല്ലാം ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഇനി വരുന്ന എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് നല്ലൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ, നല്ല സഹായങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ വിഷ്ണു സുഭാഷ്. അടുത്തതായി സംസാരിക്കുന്നത് സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറത്തിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ സോമൻ അമ്പാടി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അനീച്ചനത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീമാൻ സുരേഷ് പരമേശ്വരൻ, പിന്നെ ശാഖയുടെ എല്ലാത്തിൻ്റെയും പ്രധാന ജീവനാടിയായ നമ്മുടെ സെക്രട്ടറി, പിന്നെ നമുക്കെപ്പോഴും അഭിമാനമായി പറയാവുന്ന നമ്മുടെ നാട്ടം സുരേഷ്, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, 26ാം നമ്പർ മറിയപ്പള്ളി ശാഖയുടെ 10ാമത് ഉത്സവത്തോടനുബന്ധിച്ച് ആരംഭിച്ച ഈ സമ്മേളനത്തിൽ ഇവിടെ വന്ന് ഇത് പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ പല കാര്യങ്ങളും പല രംഗങ്ങളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പണ്ട് കാർന്നവന്മാർ പറയാറുണ്ടായിരുന്നു, അവൻ ലക്ഷ്യം വെച്ചവൻ വാക്ക് ഉരുണ്ടുപോയെന്ന്. പക്ഷെ ഉരുണ്ടുള്ള പോയിട്ടില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ സെക്രട്ടറി ആയിട്ടാണ് ഇരുന്നപ്പോഴാണ് ഉദ്ഘാടന കമ്മിറ്റി ഇരുന്നപ്പോഴാണ് ഈ ഗുരുമന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അത് സെക്രട്ടറി ആയിട്ടിരുന്നപ്പം നാമ്പട ഉത്സവത്തെ സാറ് എന്നും അവിടെ പോകുമായിരുന്നു. പിന്നെ ഏതായാലും എനിക്ക് ഒന്നുമല്ലാത്ത ഞാൻ വലിയതൊന്നും അതിൽ ഒരു സാധാരണ പൗരനായിട്ട് ഇപ്പം ജീവിക്കാൻ സാധിച്ചത് എൻ്റെ ഗുരുവിൻ്റെ ഒറ്റ കടാക്ഷം കൊണ്ട് മാത്രമാണ്. മോഹൻലാൽ ഏതോ ഒരു സിനിമയ്ക്കകത്ത് പാടുന്നുണ്ട്, നന്ദി ആരുകൊണ്ട് ചെല്ലോണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയാണ് എനിക്ക് ഗുരുദേവനോട് മാത്രമാണ് നന്ദി പറയാനുള്ളത്. ഈ ഉത്സവം അതിഭയങ്കരമായിട്ട് നടക്കട്ടെ. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഉത്സവം എന്ന് പറയാൻ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം ഉണ്ടായിരുന്നു. പക്ഷേ കുറ്റിക്കാട്ടമ്പലത്തെ ഉത്സവം വരുമ്പോഴാണ് ഒരു ഊർജ്ജവും എല്ലാം വരുന്നത് എന്ന് പറയുന്നത്. ഇപ്പം മറിയപ്പള്ളി ശാഖയിലെ ഈ ഉത്സവത്തിനാണ് ഊർജ്ജത ഉൾക്കൊള്ളുന്നത്. ഇത് നല്ല രീതിയിൽ വരട്ടെ. ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും ഗുരുദേവ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
നന്ദി ശ്രീ സോമൻ അമ്പാടി. ഈ യോഗത്തിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട ശാഖാ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് അനീച്ചൻ ചേട്ടൻ, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജനറൽ കൺവീനർ അഡ്മിനിസ്ട്രേറ്റീവ് സുരേഷ് പരമേശ്വർ സാർ, ഉത്സവ സന്ദേശം നൽകിയ ആട്ട സുരേഷ് DCC പ്രസിഡന്റ്, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർമാർ അനിൽ പാലാപ്പറമ്പൻ, രാഗിണി സാബു, വിജോസ് കുമാർ, അലീഷ എം ജേക്കബ്, കെ ശങ്കരൻ, സനിൽ തമ്പി, മറ്റ് ഗുരുദേവ വിശ്വാസികളെ, 10ാമത് ഉത്സവത്തിൽ നിന്ന് കൊടിയേറിയിരിക്കുകയാണ്. ആരും പോകരുത്. നമ്മുടെ പ്രസിദ്ധനായ മജീഷ്യൻ കുട്ടപ്പൻ വടക്കത്തിൻ്റെ ഒരു മാജിക്ക് ഇവിടെ നടക്കുന്നതാണ്. അത് കാരണം ആരും പോകരുത് എന്ന് ആദ്യം തന്നെ പറയുകയാണ്. നമ്മുടെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ നാളെ തൊട്ട് ഇവിടെ ആരംഭിക്കും. നമ്മളിവിടെ 15-ാം തീയതി എന്നായിരുന്നു നമ്മളെ പേര് പറഞ്ഞിരിക്കുന്നത്. 15-ാം തീയതിക്ക് മുമ്പ് തന്നിരിക്കുന്ന എല്ലാവരുടെയും നോട്ടീസ് ബോർഡിൽ പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ സമയം ഏകദേശമൊക്കെ പോകും എന്ന് വിശ്വസിക്കുന്നു. ആ സമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേർന്ന് കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ. ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇനി വരുന്ന സമയം ഇതിൻ്റെ ബാക്കി 20-ാം തീയതി 8:30 കഴിഞ്ഞുണ്ട്, 22-ാം തീയതി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയം ഇനിയും ആവശ്യക്കാർക്ക് തരുന്നതാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. കുട്ടപ്പഞ്ചേട്ടൻ മാജിക്കിനുള്ള സാധനം എല്ലാം പുറവശത്ത് റെഡിയായിട്ടുണ്ട്. എന്നെ ലയിപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിലെ അധ്യക്ഷൻ ശ്രീ അനിയച്ചൻ 60-നോടുള്ള ശാഖായോഗത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് സുരേഷ് സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഉത്സവ സന്ദേശം നൽകിയ നമ്മുടെ DCC പ്രസിഡന്റ് നാട്ടക സുരേഷിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചോറുണ്ണുവാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 2 കൈയും വിട്ടിട്ടടിച്ചു, ഒച്ച വരുന്നില്ല, അതുകൊണ്ടാണ്. സ്വാഗതം പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട ശാഖായോഗം സെക്രട്ടറി, അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. മതി, ഓക്കെ. നമ്മുടെ കൗൺസിലർമാരായ അനിൽ പാലാപ്പറമ്പിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. രാഗിണി സാബുവിനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അലീഷ എം ജേക്കബ് അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. വാർഡ് കൗൺസിൽ ശ്രീ ശങ്കരൻ, കെ ശങ്കരൻ അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. വാർഡ് കൗൺസിൽ സനിൽ തമ്പി അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വിഷ്ണു സുഭാഷ് അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. വനിതാ സംഘം സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റിക്കാർ, യൂത്ത് മൂവ്മെന്റ് കമ്മിറ്റിക്കാർ ഇവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇതിലൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കൊടിയും കൊടിക്കയറും സമർപ്പിച്ച ശ്രീമതി ഗിരിജ മധു പനമുന്നത്താഴെ അവരുടെ ഭവനത്തിൽ നിന്നാണ് ഇന്ന് കൊടിക്കൂറ വന്നത്. അവരോടുള്ള നന്ദിയും അവർക്കെല്ലാം ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. അവർക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ദീപാരാധന ദീപക്കാഴ്ച സമർപ്പിച്ചത് അർജുനൻ സാജൻ ഇല്ലമ്പള്ളിയും ഗുരുകുലം കുടുംബവും അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ അന്നദാനം വഴിപാടായി നടത്തിയത് സന്തോഷ് ആക്കളം കാരമൂട് അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. പുഷ്പാലങ്കാരം വഴിപാടായി സമർപ്പിച്ച മധു പനമ്പുന്നത്താഴെ ഗുരുബ്രഹ്മ കുടുംബയോഗം, കിട്ടൻ സാഗർ വൈദ്യശാല സഹോദരൻ അയ്യപ്പൻ കുടുംബയോഗം ഇവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ കൊടിയേറ്റിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ തന്ത്രി ശാന്തിക്കാർ അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നാളത്തെ ഘോഷയാത്ര 5:30 തന്നെ സിമന്റ് കവലയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. എല്ലാവരും അവിടെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നതോടൊപ്പം നാളെ കലാപരിപാടികൾ 6:45 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
അതിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അവരെല്ലാം ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.